എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മലയാളം മീഡിയമാണ്. ഫിസിക്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ഊർജ്ജതന്ത്രം. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 4 ചോദ്യമുണ്ട്, അതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ അദിശ അളവ് ഏത്? പ്രവേഗം, സ്ഥാനാന്തരം, വേഗം, ത്വരണം. 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ അദിശ അളവ് ഏതാണെന്നാണ് ചോദിച്ചത്. അദിശ അളവ് വേഗമാണ്. എന്താണ്? അദിശ അളവ് വേഗമാണ്. ബാക്കിയെല്ലാം എന്താണ്? സദിശ അളവുകളാണ്. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം എന്നിവയൊക്കെ സദിശ അളവുകളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: വയൽവരമ്പത്ത് നിൽക്കുന്ന ഒരു കുട്ടി തറയെ അപേക്ഷിച്ച് ഡാഷ് ആണ്, ചലനാവസ്ഥയിൽ, നിശ്ചലാവസ്ഥയിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? നിശ്ചലാവസ്ഥയിൽ. എന്താണ്? നിശ്ചലാവസ്ഥയിൽ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും യൂണിറ്റുകൾ ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏതാണ് ശരിയായി രേഖപ്പെടുത്തിയത്? ഏതാണ്? 37.65 m. ഇനി അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തി എഴുതുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കിലോഗ്രാം ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യം എന്ന് നോക്കാം. 5ാമത്തെ ചോദ്യം: അടിസ്ഥാന അളവായ നീളത്തെ ആസ്പദമാക്കി ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തേത്: പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഏത് യൂണിറ്റിലാണ്? മൈക്രോൺ ആണ്. എന്താണ്? മൈക്രോൺ. ഏത് യൂണിറ്റിലാണ്? മൈക്രോൺ. ഓക്കെ. അപ്പോൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് മൈക്രോൺ എന്ന യൂണിറ്റിലാണ്. ഇനി അടുത്തത്: ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആണ്? എത്രയാണ്? 15 കോടി. എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. ഒരു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിച്ച ഒരു വാഹനത്തിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ/സെക്കൻഡ് ആയി മാറിയാൽ ത്വരണം എന്തായിരിക്കും? ത്വരണം നമ്മൾ കാണാനുള്ള സൂത്രവാക്യം പഠിച്ചു വെക്കണം. എന്താണ് ത്വരണത്തിൻ്റെ സൂത്രവാക്യം? എന്താണ്? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഓടെ. അപ്പോൾ ഇവിടെ നമുക്ക് വി ഏതാ, യു ഏതാ, ടി ഏതാന്ന് കണ്ടുപിടിക്കണം. വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗമാണ്. അതായത് 50 മീറ്റർ/സെക്കൻഡ് ആയി മാറിയെന്നല്ലേ. 10 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ/സെക്കൻഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് 50 പ്രവേഗം. 50 മൈനസ് യു എന്ന് പറയുന്നത് എന്താണ്? ആദ്യപ്രവേഗം എന്താണ്? 0 ആണ്. ഇനി ബൈ ടി എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്ന ടൈം, സെക്കൻഡ്. എത്ര സെക്കൻഡാണ്? 10 സെക്കൻഡാണ്. അപ്പോൾ 50 കുറയ്ക്കണം 0 എന്ന് പറയുന്നത് 50. 50/10. 50/10 എന്ന് പറയുന്നത് 5. ഇതിൻ്റെ യൂണിറ്റ് എന്താണ് എഴുതേണ്ടത്? 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. എന്താണ് യൂണിറ്റ് എഴുതേണ്ടത്? 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ത്വരണം കാണുന്നതിനുള്ള സൂത്രവാക്യം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ സമപ്രവേഗം, അസമപ്രവേഗം എന്നിങ്ങനെ തരംതിരിക്കുക. ഓക്കെ. ആദ്യത്തേത് എന്താണ്? പറന്നിറങ്ങുന്ന വിമാനത്തിൻ്റെ ചലനം. എന്താണ്? പറന്നിറങ്ങുന്ന വിമാനത്തിൻ്റെ ചലനം വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ. ചിലപ്പോൾ താഴ്ന്നിട്ടും മുകളിലോട്ടും താഴോട്ടും ഒക്കെ. അപ്പോൾ എന്താ നമുക്ക് എഴുതാം? അസമപ്രയോഗം എന്നെഴുതാം. സമമായ പ്രയോഗം പ്രവേഗം എന്ന് പറയാം. ഇനി രണ്ടാമത്തേത്: തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന കാറിൻ്റെ ചലനം. ഇവിടെ ഒരേ ദിശയിലാണ്, തുല്യ ദൂരമാണ്, തുല്യ സമയ ഇടവേളകളാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സമപ്രവേഗം എന്നെഴുതാം. ഇനി അടുത്ത: സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ചിലപ്പോൾ സ്പീഡ് പോവും, ചിലപ്പോൾ മെല്ലെ പോവും. അപ്പോൾ നമുക്കതെന്താ? അസമപ്രവേഗത്തിൽ എഴുതാം. ഇനി ശൂന്യതയിലൂടെ
ഉള്ള പ്രകാശത്തിൻ്റെ സഞ്ചാരം എന്താണ്? അത് സമപ്രവേഗമാണ്. അപ്പോൾ സമപ്രവേഗം ഇതിലേതൊക്കെയാണ്? രണ്ടാമത്തേതും നാലാമത്തേതുമാണ് സമപ്രവേഗം. അസമപ്രവേഗം ഇതിൽ പറന്നിറങ്ങുന്ന വിമാനത്തിൻ്റെ ചലനം, അതേപോലെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ. ഇനി നമുക്ക് അടുത്തത് 8ാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ 8ാമത്തെ ചോദ്യം, വാഹനങ്ങളുടെ അമിതവേഗം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന അവബോധം സൃഷ്ടിക്കാനായി സ്കൂൾ പരിസരത്ത് സ്ഥാപിക്കേണ്ട ഒരു ബോർഡിലേക്ക് 2 സന്ദേശങ്ങൾ എഴുതുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നടപ്പാതയിലൂടെ നടക്കുക. എന്തെഴുതാം? നടപ്പാതയിലൂടെ നടക്കുക എന്ന് നമുക്ക് ബോർഡിൽ എഴുതാം. നടപ്പാതയിലൂടെ നടക്കുക. നടപ്പാതയിലൂടെ നടക്കുക. പിന്നെ നമുക്ക് എന്തെഴുതാം? സീബ്ര വരയിലൂടെ നടക്കുക. പിന്നെ നമുക്ക് എഴുതാം സീബ്ര വരയിലൂടെ നടക്കുക. സീബ്ര വരയിലൂടെ നടക്കുക. സീബ്ര വരയിലൂടെ നടക്കുക. സീബ്ര വരയിലൂടെ നടക്കുക. ഇങ്ങനെ 2 സന്ദേശങ്ങൾ നിങ്ങൾ എഴുതിയാൽ 2 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ എ, ബി എന്നിവ ഒരു വസ്തുവിൻ്റെ സമവേഗത്തിലുള്ള 2 സഞ്ചാര വേഗതകളാണ്. എയും ബിയും ഒരു വസ്തുവിൻ്റെ സമവേഗത്തിലുള്ള 2 സഞ്ചാര പാതകളാണ്. ഇവയിൽ ഏത് പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണം സംഭവിക്കുന്നത്? ഏത് പാതയിലൂടെ സഞ്ചരിക്കും? സഞ്ചാരപാത ബിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണം ഉള്ളത്. ഇനി അടുത്തത് നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. എന്താണ്? സമവേഗത്തിൽ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദിശ മാറുന്നു. അതിനാൽ സഞ്ചാരപാത ഇവിടെ എന്താണ്? ദിശ മാറുന്നുണ്ട് അല്ലേ? വൃത്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ ദിശ ഇതിലൂടെ പോയത് പിന്നെ ഇതിലൂടെ ആവുന്നുണ്ട്. ഇവിടെ ദിശ മാറുന്നുണ്ടോ? ഇല്ല. ഇവിടെ നേരെ ഒരേ പൊസിഷനിലാണ്. ഇത് പക്ഷേ ദിശ മാറുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, ഒരേ കോഴിമുട്ട ഗാഢ ഉപ്പുലായനിലും ശുദ്ധജലത്തിലും കിടക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കുക. ഇവയിൽ ഏത് ബീക്കറിലാണ് ശുദ്ധജലം ഉള്ളത്? ഏത് ബീക്കറിലാണ്? ബീക്കർ എയിലാണ് ശുദ്ധജലം ഉള്ളത്. ഇനി ഈ നിഗമനത്തിലെത്താൻ നിങ്ങളെ സഹായിച്ച കാരണങ്ങൾ എഴുതുക. എന്താണ്? ശുദ്ധജലത്തിനെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് എന്താണ്? സാന്ദ്രത കൂടുതലാണ്. ഉപ്പുവെള്ളത്തിന് എന്താണ് പ്രത്യേകത? സാന്ദ്രത കൂടുതലാണ്. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. പിന്നെ നമുക്ക് എന്തെഴുതാം? സാന്ദ്രത കൂടുതലുള്ള ഉപ്പുവെള്ളത്തിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ശുദ്ധജലത്തേക്കാൾ കോഴിമുട്ടയ്ക്ക് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത അതിനാൽ കോഴിമുട്ട ശുദ്ധജലത്തിൽ മുങ്ങിപ്പോകുന്നു. അങ്ങനെ 2 രീതിയിൽ എഴുതാം. നമുക്ക് ഈ ഒരു രീതിയിലാച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനില്ല. എന്താണ്? ശുദ്ധജലത്തിന് ഉപ്പുവെള്ളത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതിനാൽ ഉപ്പിട്ട വെള്ളത്തിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 കാറുകളുടെ സഞ്ചാരപാതകൾ ചിത്രത്തിലുള്ളതുപോലെയാണ്. എ എന്ന കാർ പിയിൽ നിന്നും ക്യൂ വഴി ആറിലേക്കും, എ എന്ന കാർ പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്കും, ബി എന്ന കാർ പിയിൽ നിന്നും എസ് വഴി ആറിലേക്കുമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. കാർ എ സഞ്ചരിച്ച ആകെ ദൂരം എത്ര? ഈ കാറിനുണ്ടായ സ്ഥാനാന്തരം എന്ത്? അപ്പോൾ എ കാർ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോയി ഇതിലൂടെയാണ് വന്നത്. അപ്പോൾ എത്രയാണ്? അപ്പോൾ 500 + 600 അതാണ് ആകെ സഞ്ചരിച്ച ദൂരം. അപ്പോൾ എന്താണ്? 1100 സ്ഥാനാന്തരം എത്രയാണ്? 1000 മീറ്ററാണ്. 1000 മീറ്റർ. ഇനി കാർ ബി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? കാർ ബി സഞ്ചരിച്ചത് എത്രയാണ്? 400 600. അപ്പോൾ 1000 കാർ ബി സഞ്ചരിച്ച്. ഈ കാറിനുണ്ടായ സ്ഥാനാന്തരം എന്താണ്? 1000 മീറ്ററാണ്. ഏത് തരം ചലനത്തിലാണ് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെ അളവുകൾ തുല്യമാകുന്നത്? അപ്പോൾ അത് നേർരേഖയിൽ സഞ്ചരിച്ച
സഞ്ചരിക്കുമ്പോൾ, അതായത് വസ്തു നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ പ്രവേഗത്തിൻ്റെയും വേഗത്തിൻ്റെയും അളവ് തുല്യമായിരിക്കും. ഇവിടെ വളഞ്ഞിട്ടാണ് പോയത്, അതുകൊണ്ട് ഇവിടെ വ്യത്യാസമാണ്. സ്ഥാനാന്തരവും അതേപോലെ സഞ്ചരിച്ച ദൂരവും വ്യത്യാസമാണ്. ഇവിടെ നേർരേഖയിലായതുകൊണ്ട് എന്താണ്, വസ്തു നേർരേഖ പ്രവേഗത്തിൻ്റെയും വേഗത്തിൻ്റെ അളവ് തുല്യമാണ്. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് m³ വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് m³ ഇതിനെ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റിനെ ആസ്പദമാക്കിയാണ് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ വ്യാപ്തം എന്ത് പറയുന്നത് ഒരു വ്യുൽപ്പന്ന യൂണിറ്റാണ്. അപ്പോൾ എന്താണ്, നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത്. ഇനി സമയത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? സെക്കൻഡാണ്. സമയത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. ഇനി അടുത്തത്, ഇത് സോളാർ ദിനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ 1/86,400 ഭാഗമാണ് ഒരു സെക്കൻഡ്, അല്ലേ? ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ 1/86,400 ഭാഗമാണ് ഒരു സെക്കൻഡ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ഇനി അടുത്തത് പൂരിപ്പിക്കാനാണ്. ABC കോളങ്ങൾ തമ്മിൽ പൂരിപ്പിക്കാനാണ്. അപ്പം നമുക്ക് നോക്കാം. സാന്ദ്രത ഇവിടെ തന്നിട്ടുണ്ട്, സ്ഥാനാന്തര സമയം തന്നിട്ടുണ്ട്. ഇത് യൂണിറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചോദിക്കണം. അപ്പോൾ സാന്ദ്രതയുടെ നമ്മൾ സാന്ദ്രത എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ബൈ വ്യാപ്തം. എന്താണ്? മാസ് ബൈ വ്യാപ്തം. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, m³. ഇനി പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരം ബൈ സമയം. പ്രവേഗം എങ്ങനെയാണ്? സ്ഥാനാന്തരം ബൈ സമയം. അതെങ്ങനെയാണ് അതിൻ്റെ യൂണിറ്റ്? മീറ്റർ ബൈ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്ത ത്വരണം എന്ന് പറയുന്നത് എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം ബൈ സമയം, അതിൻ്റെത് മീറ്റർ m/s². ഓക്കെ, m/s². അപ്പോൾ എവിടെയാണ്? ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സാണ്, ഊർജ്ജതന്ത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് രസതന്ത്രം നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞൻ്റെ പേര് നാമകരണത്തിന് അടിസ്ഥാനമാക്കി എടുത്ത മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഇൻഡിയം, ക്യൂറിയം, റുബീഡിയം, ടൈറ്റാനിയം. അറിയാലോ, ക്യൂറിയമാണ്. മാഡം ക്യൂരിയുടെ പേരിന് നാമകരണം ചെയ്തതാണ് ക്യൂറിയം. ഇനി അടുത്തത്, പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഖരാവസ്ഥ, ഖരം. ഓക്കെ, ഇനി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്? സർ ഹംഫ്രി ഡേവി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബന്ധം കണ്ടെത്തി എഴുതുക. ഖരം, ദ്രാവകം, ദ്രവീകരണം. വാതകം, ദ്രാവകം, എന്താണ്? സാന്ദ്രീകരണം. എന്താണ് പറയുക? സാന്ദ്രീകരണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജലം തിളച്ച് നീരാവിയായി മാറുന്നു. കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്കുണ്ടാകുന്ന മാറ്റം എഴുതുക. കണികകളുടെ ഊർജ്ജം എന്താകുന്നു? കണികകളുടെ ഊർജ്ജം കൂടുന്നു. അതായത് ജലം തിളപ്പിച്ച് ചൂട് കൂടുമ്പോൾ കണികകളുടെ ഊർജ്ജം കൂടുകയാണ്. ജലം തിളച്ച് നീരാവിയാകാന്ന് പറഞ്ഞിട്ട് അവിടെ താപം കൂടുകയാണ്, അപ്പം കണികകളുടെ ഊർജ്ജം കൂടുകയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. ശരിയായ പ്രസ്താവന മാത്രം എഴുതിയാൽ മതി. സംയുക്ത തന്മാത്രകളിൽ ഒരേ മൂലക ആറ്റങ്ങളാണുള്ളത്. തെറ്റാണ്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. വളരെ ശരിയാണ്. നിയോൺ, ആർഗൺ മുതലായ മൂലകങ്ങൾ ഏകാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. വളരെ ശരിയാണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു. തെറ്റാണ്. ആറ്റങ്ങൾ ഒരൊറ്റ സ്വഭാവം മാത്രമേ കാണിക്കുകയുള്ളൂ.
ഇനി അടുത്തത് സാധാരണ ജലത്തിൽ പല ലവണങ്ങളും ലയിച്ചിരിക്കുന്നു. ലവണങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? സ്വേദനം. എന്താണ് അതിന് പറയുക? സ്വേദനം. ലവണങ്ങളൊക്കെ നീക്കം ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റുന്ന പ്രക്രിയ എന്താണ്? സ്വേദനം. ഈ മാർഗത്തിലൂടെ ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയുന്ന മറ്റൊരു മിശ്രിതമാണ്. അപ്പോൾ സ്വേദനത്തിലൂടെ ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയുന്ന മറ്റൊരു മിശ്രിതമാണ് ഇവിടെ. എഥനോളും മെഥനോളും തന്നിട്ടുണ്ട്, തെറ്റാണ്. പെട്രോളും മണ്ണെണ്ണയും തന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ശരിയായ ഉത്തരം ജലവും അസറ്റോളുമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ചില തന്മാത്രകളുടെ സാമ്പിളുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കൂ, സാമ്പിൾ നിരീക്ഷിക്കൂ. സാമ്പിൾ എയും സാമ്പിൾ ബിയും തന്നിരിക്കുന്നതിൽ ആറ്റങ്ങളുടെ എണ്ണം കൂടിയ സാമ്പിൾ ഏതാണ്? സാമ്പിൾ എ അല്ലേ? കണ്ടാൽ തന്നെ അറിയാലോ, 4H2 ആണ്. ഇവിടെ 3CO2 ഉള്ളൂ. ഓക്കെ. സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം 3 അല്ലേ? 3. സാമ്പിൾ ബിയുടെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 3. ഇവിടെ കണ്ടില്ല, 3. ഇനി കറുത്ത മഷിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. കറുത്ത മഷി അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ക്രോമറ്റോഗ്രഫി. എന്താണ്? ക്രോമറ്റോഗ്രഫി. ഓക്കെ. ഈ മാർഗം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം എഴുതുക. എന്താണ് മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചെഴുതാൻ. എന്താണ്? രക്തത്തിൽ കലർന്ന വിഷാംശം വേർതിരിക്കാൻ. രക്തത്തിൽ നിന്നും വിഷാംശം വേർതിരിക്കാൻ. ഓക്കെ. രക്തത്തിൽ നിന്നും വിഷാംശം വേർതിരിക്കാൻ എന്തുപയോഗിക്കുന്നു? ക്രോമറ്റോഗ്രഫി ഉപയോഗിക്കുന്നു. പിന്നെ മഷിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിക്കാനും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരു തുള്ളി മഷി വീഴ്ത്തുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു. വ്യാപനം വേഗത്തിൽ നടക്കുന്ന ഏത് പ്രവർത്തനത്തിലാണ്? കാരണം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, വ്യാപനത്തിന് നിത്യജീവിതത്തിൽ നിന്നും മറ്റൊരു ഉദാഹരണം എഴുതുക. അപ്പോൾ ഇവിടെ പെട്ടെന്ന് വ്യാപനം നടക്കുന്നത് ഏതാണ്? ഗ്ലാസ് പ്ലേറ്റ് തുള്ളിമഷി വീഴ്ത്തുന്നതാണോ അതോ ചന്ദനത്തിരി കത്തിക്കുന്നതാണോ? ഓക്കെ. ചന്ദനത്തിരി കത്തിക്കുന്നതാണ് വ്യാപനം വേഗത്തിൽ നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപനത്തിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് കണികകളുടെ ചലനത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. അപ്പോൾ വ്യാപനത്തിൻ്റെ നിരക്ക് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? കണികകളുടെ ചലനത്തെ ആശ്രയിച്ചിട്ടാണ്. വ്യാപനത്തിൻ്റെ നിരക്ക് കണികകളുടെ ചലനത്തെ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വാതകാവസ്ഥയിൽ വ്യാപനത്തിൻ്റെ നിരക്ക് കൂടുതലാണ്. അപ്പം വാതകാവസ്ഥയിലാണെങ്കിൽ വ്യാപനം പെട്ടെന്ന് നടക്കും. വ്യാപനത്തിൻ്റെ നിരക്ക് കൂടുതലാണ്. അപ്പോൾ കത്തിച്ച ചന്ദനത്തിരി എന്ന് പറയുമ്പോൾ കണികകൾ വായുവിൽ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ ആ പുക ഇങ്ങനെ വായുവിൽ പോകുമ്പോൾ വായുവിൽ പെട്ടെന്ന് തന്നെ വ്യാപനം നടക്കുന്നതാണ് സംഭവം. ഇനി അടുത്തത്, വ്യാപനത്തിന് നിത്യജീവിതത്തിൽ നിന്ന് മറ്റൊരു ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ എന്താണ്? ചൂടുള്ള ആഹാരത്തിൽ നിന്ന് ഗന്ധം വയ്ക്കും. നമ്മൾ മന്തി ഷോപ്പിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഷവർമ ഷോപ്പിൻ്റെ മുന്നിലൊക്കെ പോകുമ്പോൾ നല്ല മണം വരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? അത് വ്യാപനത്തിൻ്റെ മറ്റൊരു സംഭവമാണ്. അതായത് ചൂടുള്ള ആഹാരത്തിൽ നിന്ന് ഗന്ധം വേഗം വയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ സ്പ്രേ ഒക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് മണം അടിക്കുമല്ലോ. അതൊക്കെ എന്താണ്? വ്യാപനത്തിന് ഉദാഹരണമാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വാതകാവസ്ഥയിലെ വ്യാപനത്തിൻ്റെ നിരക്ക് കൂടുതലാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പട്ടിക പൂർത്തിയാക്കാനാണ്. ഓക്കെ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്രോമിയം നാമകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നിറത്തിനനുസരിച്ചിട്ടാണ്. അതിനെന്താണ്? നിറമാണ്. നിറത്തെ അടിസ്ഥാനത്തിൽ ആണ് ക്രോമിയത്തെ പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രതീകം CR ആണ്. ഫ്രാൻസ് രാജ്യം. എന്താണ് പ്രതീകം? ഫ്രാൻസിൻ്റെ FR സിമ്പിൾ. ഫ്രാൻസിൻ്റെ FR ഫസ്റ്റ് ലെറ്റർ FR. ഓക്കെ. F ക്യാപിറ്റൽ ലെറ്ററും R സ്മോൾ ലെറ്ററുമാണ്. ഇനി അടുത്തത് C, നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ. അപ്പോൾ നമുക്കറിയാലോ ഇതിൻ്റെ പേരെന്താണ്? നെപ്റ്റ്യൂണിയം. എന്താണ്? നെപ്റ്റ്യൂണിയം. ഓക്കെ. നെപ്റ്റ്യൂണിയം. ഓക്കെ. NP. അപ്പോൾ ഏതൊക്കെയാണ്? ക്രോമിയം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫ്രാൻസിയം രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെപ്റ്റ്യൂണിയം. അപ്പോൾ ഇങ്ങനെ എഴുതി 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, നൈട്രജനും ഹൈഡ്രജനും പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം നൽകിയിരിക്കുന്നു. ഓക്കെ, അഭികാരങ്ങൾ ഏതെല്ലാം? ഇതിൽ അഭികാരങ്ങൾ എന്ന് പറയുന്നത് ഈ സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ അഭികാരങ്ങൾ എന്ന് പറയുന്നത് N2 എന്ന് പറയുന്നത് ഏതാണ്? നൈട്രജൻ. H2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ. അപ്പോൾ അഭികാരങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനും ആണ്. രാസസമവാക്യം സമീകരിക്കുക. അപ്പോൾ ഈ രാസസമവാക്യത്തിന് കുറച്ചൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സമീകരിച്ചിട്ട് എഴുതാം. N2 + 3H2 gives 2NH3. 2NH3. ഓക്കെ, 2NH3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഉൽപ്പന്ന ഭാഗം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? ഈ ഭാഗമാണ്. ഈ ഭാഗത്തിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഇവിടെ 3 ആണ്. ഹൈഡ്രജന് 3. പിന്നെ ഹൈഡ്രജൻ 3 ആണെന്ന് പറയുന്നത് അത് 2 പ്രാവശ്യമുണ്ട് അല്ലേ? 2NH3 അല്ല, അപ്പോൾ 6. പിന്നെ അതേപോലെ നൈട്രജൻ 1 ഉള്ളൂ, പക്ഷെ 2 പ്രാവശ്യമുണ്ട്. അപ്പം 6ഉം 2ഉം 8. ആദ്യം ചേരുംപടി ചേർക്കാനാണ്. തൈരിൽ നിന്നും വെണ്ണ ഘടക സ്വഭാവം എന്താണ്? ഭാരവ്യത്യാസമാണ്. അപ്പോൾ തൈരിൽ നിന്ന് വെണ്ണ ഭാരവ്യത്യാസം വേർതിരിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന രീതി സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇനി അടുത്തത് ഇരുമ്പ് പൊടിയും മണലും എന്ത് സ്വഭാവമാണ്? കാന്തിക സ്വഭാവമാണ്. ഇരുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാന്തിക സ്വഭാവമുള്ളതാണ് ഇരുമ്പും പൊടിയും മണലും. അത് വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? കാന്തിക വിഭജനം. ഇനി ചായയിൽ നിന്ന് ചായച്ചണ്ടി, അത് കണികകളുടെ വലിപ്പ വ്യത്യാസമാണ്. വേർതിരിക്കുന്ന രീതി അരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് അടുത്തത് ബയോളജിയാണ്. ബയോളജി അഥവാ ജീവശാസ്ത്രം. ഇത് ജീവശാസ്ത്രമാണ്. 20 മാർക്കിനാണ്. 40 മിനിറ്റാണ് സമയം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. കൂട്ടത്തിൽ പെടാത്തത് സയനോ ബാക്ടീരിയ, അമീബ, ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അമീബയാണ്. മറ്റുള്ളവയൊക്കെ എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗം ഏത്? മൈറ്റോകോൺട്രിയം, ഗോൾജി കോംപ്ലക്സ്, ഫേനം, ഹരിതകണം. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം ഫേനമാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തിരിക്കുന്ന ഏതാണ്? ഫേനമാണ്. ഇനി അടുത്തത് പദബന്ധം കണ്ടെത്തി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതര കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു നാരുകല. പദാർത്ഥ സംഹനം, രോഗപ്രതിരോധം എന്നിവ സാധ്യമാക്കുന്നത് ഏതാണ്? രക്തമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? രക്തം എന്ന് എഴുതാം. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്നതിൽ കോളം കൈമയെ തിരിച്ചറിയാനുള്ള സവിശേഷത ഏത്? ആദ്യത്തെ ഓപ്ഷൻ ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് അല്ല. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്, അതാണ് ശരിയായ ഉത്തരം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം, ഇതൊക്കെ തെറ്റാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? കോളം കൈമയെ തിരിച്ചറിയാനുള്ള സവിശേഷത കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 2 മാർക്ക് വീതമാണ്. ഇത് ചിത്രം തിരിച്ചറിഞ്ഞ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ഇത് റൈബോസോമിൻ്റെ ചിത്രമാണ്. എന്താണ്? റൈബോസോം. ഇത് റൈബോസോമിൻ്റെ ചിത്രമാണ്. ഓക്കെ, തന്നിരിക്കുന്ന കോശാംഗം ഏത്? എന്താണ് തന്നിരിക്കുന്ന കോശാംഗം? റൈബോസോമാണ്. ഇനി ഈ കോശാംഗത്തിൻ്റെ ധർമ്മം എന്ത്? ഇതെന്താണ്? റൈബോസോമിൻ്റെ ധർമ്മം എന്താണ്? കോശത്തിൽ മാംസ്യം നിർമ്മിക്കുന്നു. എന്താണ് ധർമ്മം? മാംസ്യം നിർമ്മാണം. എന്താണ്? കോശത്തിൽ മാംസ്യം നിർമ്മിക്കുന്നു. മാംസ്യ നിർമ്മാണം. ഓക്കെ, അപ്പോൾ റൈബോസോമാണ് ഇത്. റൈബോസോമിൻ്റെ ധർമ്മമാണ് കോശത്തിൽ
മാംസ്യം നിർമ്മിക്കൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് മൈക്രോസ്കോപ്പിൻ്റെ കോൺകേവ് ദർപ്പണം ക്രമീകരിച്ച ശേഷമാണ് ഒരു കുട്ടിക്ക് വേരിൻ്റെ കുറുകെയുള്ള ഛേദം നിരീക്ഷിക്കാനായത്. ഓക്കെ, എന്ത് കാരണത്താലാണ് കുട്ടി കോൺകേവ് ദർപ്പണം ക്രമീകരിച്ചത്? എന്ത് കാരണത്താലാവാം കുട്ടി കോൺകേവ് ദർപ്പണം ക്രമീകരിച്ചത്? എന്തുകൊണ്ടാണ്? കൃത്രിമ പ്രകാശം പ്രതിപദിപ്പിക്കുന്നതിന്. എന്തിനാണ്? കൃത്രിമ പ്രകാശം പ്രതിപദിക്കുന്നതിനാണ് നമ്മൾ കോൺകേവ് ഉപയോഗിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് സമതല ദർപ്പണം ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കുന്നതിനാണ്. എന്ത് സാഹചര്യത്തിലാണ് സമതല ദർപ്പണം? സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കുന്നതിനാണ്. കോൺകേവ് ദർപ്പണം എന്തിനാണ്? കൃത്രിമ പ്രകാശം പ്രതിപദിക്കുന്നതിനാണ്. ഇനി അടുത്ത 7ാമത്തെ ചോദ്യം നോക്കാം. ജന്തുകലയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയേത്? ഏതാണ്? നാഡീകലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയേത് എന്ന് ചോദിച്ചാൽ നാഡീകല എന്ന് നമുക്ക് എഴുതാം. ഈ കലയുടെ മറ്റൊരു ധർമ്മം എഴുതുക. എന്താണ്? ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. നാഡീകലയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. എന്താണ്? പ്രതികരിക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം. ജൈവഗണങ്ങളെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. ഇപ്പോൾ ജൈവഗണങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഹരിതഗണമുണ്ട്. ഇപ്പുറത്ത് നമുക്ക് എന്തെഴുതാം? വർണ്ണഗണം എന്നെഴുതാം. ജൈവഗണത്തിൽ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് വർണ്ണഗണം, പിന്നെ ഹരിതഗണം, നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ശ്വേതഗണം. അപ്പം നമുക്കിവിടെ ശ്വേതഗണം എന്നെഴുതാം. ഇനി ഈ വർണ്ണഗണത്തിൽ തന്നെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സാന്തോഫിൽ. വർണ്ണഗണം എന്ന് പറഞ്ഞാൽ നിറം നൽകുന്നത്. പിന്നെ നമുക്ക് എന്തെഴുതാം? അടുത്തത് കരോട്ടിൻ എഴുതാം. അടുത്തത് എന്താണ്? കരോട്ടിൻ എഴുതാം. സാന്തോഫിൽ, കരോട്ടിൻ, പിന്നെ ആന്തോസയാനിൻ. ഓക്കെ, ആന്തോസയാനിൻ. ഇതൊക്കെ എന്താണ്? വർണ്ണഗണങ്ങളാണ്. അപ്പോൾ വർണ്ണഗണങ്ങൾ ഏതൊക്കെയാണ്? സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വിത്ത് കോശങ്ങൾ ഇവിടെ ഒരു ഇതുണ്ട്. ഇനി വിവിധ തരം കോശങ്ങൾ സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? വിത്ത് തരം വിവിധ കോശങ്ങളായി മാറുന്ന ഈ പ്രക്രിയക്ക് എന്താണ് പറയുക? കോശവൈവിധ്യവൽക്കരണം. എന്താണ് പറയുക? വൈവിധ്യവൽക്കരണം. ഓക്കെ, വിത്ത് കോശങ്ങൾ വിവിധ കോശങ്ങളാക്കി മാറുന്ന ആ പ്രക്രിയക്ക് പറയുന്നതാണ് കോശവൈവിധ്യവൽക്കരണം. ഓക്കെ, വിത്ത് കോശ ഗവേഷണം പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ എന്തുകൊണ്ടാണ്? വിത്ത് കോശങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഇനം കോശങ്ങൾ രൂപപ്പെടുത്തുന്നു. പിന്നെ രക്താർബുദം, അതേപോലെ പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയ്ക്കും എന്ത് വേണം? വിത്ത് കോശ ഗവേഷണം വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്താൻ ഈ ഗവേഷണം സഹായിക്കുന്നു. കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വിത്ത് കോശ ഗവേഷണം സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് 3 പോയിന്റ് എഴുതാം. എന്താണ്? ആദ്യത്തെ പോയിന്റ്, വിത്ത് കോശങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഇനം കോശങ്ങൾ രൂപപ്പെടുന്നു. പിന്നെ രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺ രോഗം എന്നിവയുടെ ചികിത്സയ്ക്ക് സഹായിക്കുന്നു. 3ാമതായിട്ട് കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്തത് നമുക്ക് ചേരുംപടി ചേർക്കാനാണ്. വളരെ എളുപ്പമാണ്. ഇതങ്ങോട്ട് ചേരുംപടി ചേർത്താൽ നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സൈലം എന്താണ്? സൈലത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണോ? അല്ല. സൈലത്തിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെടുന്നു. സൈലത്തെ പറ്റി നമുക്ക് എന്ത് പറയാം? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി കാണപ്പെടുന്നു. പിന്നെ എന്താണ്? അതിൻ്റെ ധർമ്മമാണ് അടുത്തത്. ധർമ്മം എന്താണ്? ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. സൈലം എന്താണ് ചെയ്യുന്നത്? ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. ഇനി നെക്സ്റ്റ് ഫ്ലോയമാണ്. ഫ്ലോയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് എഴുതാം? കുഴലുകളുമായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നത്. എന്താണ്? പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നത്.
ഓക്കെ, അതിൻ്റെ ധർമ്മം എന്താണ്? ആഹാരം വിവിധ സസ്യത്തിൻ്റെ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ആഹാരം വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഓക്കെ, ഇനി പാരൻകൈമ എന്ന് പറയുന്നത് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്. പാരൻകൈമ എന്ന് പറയുന്നത് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്. എന്തിനാണ് സഹായിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. അപ്പോൾ സൈലം എന്ന് പറയുന്നത് എന്താണ്? ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. ഫ്ലോയം എന്ന് പറയുന്നത് ആഹാരം വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. പാരൻകൈമ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനയെ അടിസ്ഥാനമാക്കി ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, എല്ലാ ജീവശരീരങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. മുകളിൽ പ്രസ്താവിച്ച കണ്ടെത്തലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോശ സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോശ സിദ്ധാന്തം. ഓക്കെ, ഇനി അടുത്തത് ഈ ആശയങ്ങൾ രൂപപ്പെടുത്തിയ ആരാണ്? എം.ജെ. സ്വീഡനും തിയോഡർ ഷാനുമാണ്. ആരാണ്? എം.ജെ. സ്വീഡനും തിയോഡർ ഷാനുമാണ്. എം.ജെ. സ്വീഡൻ, തിയോഡർ ഷാൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. കോശങ്ങൾ നിർവഹിക്കുന്ന ഏതെങ്കിലും രണ്ട് ജീവധർമ്മങ്ങൾ എഴുതുക. അപ്പോൾ കോശങ്ങളുടെ ധർമ്മങ്ങൾ എന്താണ്? ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു. എന്തൊക്കെ എഴുതാം? പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന കോശഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 12ാമത് ചോദ്യം. മർമ്മ, ഹരിതകണം, സെൻട്രോസം, കോശസ്തരം, ലൈസോസോം, ഫേറം, കോശഭിത്തി, മൈറ്റോകോൺ തുടങ്ങിയൊക്കെ ഇവിടെയുണ്ട്. ഇനി സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടുന്ന് എടുത്ത് എഴുതിയാൽ മതി. സസ്യകോശത്തിൽ മാത്രം കാണുന്ന ഏതാണ്? ഫേനം സസ്യകോശത്തിൽ മാത്രം കാണുന്നതാണ്. അതേപോലെ തന്നെ ഹരിതകണവും സസ്യകോശത്തിൽ മാത്രം കാണുന്നതാണ്. ഇനി അടുത്ത ഏത് എഴുതാം? ഹരിതകണം, പിന്നെ കോശഭിത്തി. ഇത് മൂന്നും എവിടെയാണ്? സസ്യകോശത്തിൽ മാത്രം കാണുന്നതാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഏതാണ്? ലൈസോസോം, സെൻട്രോസോം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് ലൈസോസോം, സെൻട്രോസോം. ഓക്കെ, ഇനി അടുത്തത് സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയോൺ. ജന്തുകോശത്തിലും കാണും, സസ്യകോശത്തിലും കാണും. പിന്നെ മർമ്മം എല്ലാത്തിലും കാണും. ജന്തുകോശത്തിലും കാണും, സസ്യകോശത്തിലും കാണും. പിന്നെ കാണുന്നത് കോശസ്തരം. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നായിട്ട് പ്രത്യേകമായിട്ട് പഠിക്കുക. സസ്യകോശത്തിൽ മാത്രം കാണുന്നത് ഫേനവും ഹരിതകണവും കോശഭിത്തിയുമാണ്. ജന്തുകോശത്തിൽ മാത്രം കാണുന്നത് ലൈസോസോമും സെൻട്രോസോമുമാണ്. രണ്ടിലും കാണുന്നതാണ് മർമ്മം, മൈറ്റോകോൺട്രിയൻ, പിന്നെ കോശസ്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. എക്സ്, വൈ എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് എഴുതാനാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? മെരിസ്റ്റമിക കോശമാണ്. മെരിസ്റ്റമിക കോശം. ഓക്കെ, മെരിസ്റ്റമിക കോശമാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി പൂർണ്ണ വളർച്ചയെത്തിയ കോശമാകാൻ എക്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഈ ഒരു ഫോമിൽ നിന്ന് ഇത് ആവണമെങ്കിൽ ഇതിനെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു? ഫസ്റ്റ് നമുക്ക് എന്തെഴുതാം? വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഈ മാറ്റം വരുമ്പോൾ എന്താണ്? ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ എന്താണ്? വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് മർമ്മത്തിൻ്റെ വലിപ്പം കുറയുന്നു. എന്താണ്? മർമ്മത്തിൻ്റെ വലിപ്പം കുറയുന്നു. അടുത്തത് കോശദ്രവ്യത്തിൻ്റെ അളവ് കുറയുന്നു. പ്രാഥമിക ഭിത്തിക്ക് കട്ടി കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? താരതമ്യേന വലിയ മർമ്മമായത് എന്താണ്? ചെറിയ മർമ്മമായി മാറുന്നു. കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി കട്ടി കൂടുന്നു. കൂടുതൽ കോശദ്രവ്യമുള്ളത് കോശദ്രവ്യത്തിൻ്റെ അളവ് കുറയുന്നു. പിന്നെന്താണ്? വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഫിസിക്സ് അഥവാ ഊർജ്ജതന്ത്രം, കെമിസ്ട്രി അഥവാ രസതന്ത്രം, ജീവശാസ്ത്രം, ബയോളജി, ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.